ബംഗാൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഇപ്പം ബംഗാളിൽ നിന്ന് ഒരാൾ വന്നാലും അത് ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്നുള്ളൊരു ഇത് ഇപ്പോൾ കേരളത്തിൽ തന്നെ പലപ്പോഴും ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്നുണ്ട്. ആ ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അങ്ങനെയൊരു ഇത് സാർ എങ്ങനെയാണത് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത് പിന്നെ ധാരാളമായിട്ട് അന്ന് തൊട്ടേ നടന്നു വരുന്ന എനിക്ക് തോന്നുന്ന കാര്യമാണത്. ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. ബംഗ്ലാദേശിൽ നിന്ന് പിന്നെ വടക്ക് പറഞ്ഞ ഇന്ത്യയിലേക്കും പിന്നെ ബംഗാളിലേക്കും അതുപോലെ അവിടുന്ന് തന്നെ ഒത്തിരി പേര് മറ്റു സ്ഥലങ്ങളിലേക്കും കേരളമോ ഡൽഹിയോ ഒക്കെ പോയിട്ടുള്ളൊരു സത്യസന്ധമായ ഒരു വസ്തുതയാണത്. പക്ഷേ അത് കാരണം വെച്ചാൽ അവിടെ ബോർഡറിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇൻവോൾവാണ്. BSFൻ്റെ ആണ് അവിടുത്തെ ബോർഡർ ഔട്ട് പോസ്റ്റുകളെല്ലാം. അതുപോലെ പിന്നെ അവിടെ 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 അതിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെയുള്ള ആളുകൾ ഇൻവോൾവ് ആകും. അങ്ങനെ അല്ലെങ്കിൽ അത് പറ്റില്ല. അവരെല്ലാം ഒരു കണക്ക് വെച്ച് അവർ അതിൻ്റെ പൈസ കൊടുക്കുന്ന അതിനുള്ള ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇവരെ കൊണ്ടുവരാനും എല്ലാം അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ പിടിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ പിന്നെ എന്താണ് ഇവരെ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഓരോ പോലീസിൻ്റെ വിങ് തന്നെയുണ്ട്. പോലീസ് ഇൻ്റലിജൻസ് വിഭാഗം വിങ്ങും എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം വരുന്നത്. പിന്നെ അവരെ കൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ള നോർത്ത് ഈസ്റ്റിലൊക്കെ തന്നെ പ്രയോജനം ഉണ്ടാവും. അവർ ചെറിയ കൂലിക്ക് അവർ ജോലി ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ പിന്നെ അവരുടെ കൂടെയുള്ള ആളുകൾ ഇവിടെ ഓൾറെഡി ഉണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഷെൽട്ടർ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ ആധാറൊക്കെ ഇപ്പോൾ വന്നു. എന്നാൽ അതുപോലും സിറ്റിസൺഷിപ്പിൻ്റെ ഒരു ഉറപ്പുള്ള കാര്യമല്ല. അതും അതിനകത്തും ഒരു വേണമെങ്കിൽ ഒരാൾക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇത്തരം കേസുകൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. മറ്റേത് ഒരു റേഷൻ കാർഡ് മതി. അത് ആർക്ക് വേണമെങ്കിലും വേഗം ഉണ്ടാക്കാം. അതൊരു റേഷൻ കാർഡ് മതി ഒരു ഇന്ത്യൻ പൗരനാകാൻ. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിലോ ഒക്കെ എന്തുമാത്രം പ്രയാസമാണ് ഒരാൾ പൗരനാകാൻ. അപ്പോൾ ആ ഒരു റെക്കോർഡിങ്ങും ഇല്ല. ഇപ്പോൾ ഈ ആധാർ കാർഡ് നമ്മുടെ നരേന്ദ്രമോദിജി വന്ന ശേഷമാണ് അതിന് ഇത്ര തുടങ്ങിയത്. മൻമോഹൻ സിംഗ് സമയത്താണ്. വളരെ നല്ലൊരു കാര്യമായിരുന്നു. അതിപ്പം ലാർജ് സ്കെയിൽ ആയതുള്ള. പക്ഷേ അതും ഒരു ഒത്തൻറ്റിക് 100% ഒത്തൻറ്റിക്കാണ്. നമുക്ക് ഓരോ രാജ്യത്തും അവൻ്റെ ഒത്തൻറ്റിക് ഇത് വേണം. ഒത്തൻറ്റിസിറ്റി എല്ലാ രാജ്യത്തും എല്ലാ പൗരന്മാരും വേണം. എല്ലാ രാജ്യങ്ങളുടെയും ഒരു ബേസിക് തിങ്ങാണ്. പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് അത് ചെയ്യുന്നത് എന്തോ ഒരു അപരാധമാണെന്നുള്ള മട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരാനും ഇവിടെ സിറ്റിസനാകാനും ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറാനും ഒക്കെ പറ്റും. നമ്മുടെ ഒരു അഴിമതി നിറഞ്ഞ ഒരു സംവിധാനം നമ്മുടെ ടോപ്പ് ടു ബോട്ടം ഭാരതത്തിൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.